നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകം പകച്ചു നിൽക്കുമ്പോൾ അതിശക്ത ആക്രമണത്തിനാണ് ഇപ്പോൾ അമേരിക്ക തുടക്കമിട്ടിരിക്കുന്നത്. ഞായറാഴ്ച നടന്ന ആക്രമണങ്ങളിൽ ടെഹ്റാൻ അടിമുടി വിറച്ചു. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ആസ്ഥാനം ഞായറാഴ്ചത്തെ ആക്രമണത്തിൽ തകർത്തുവെന്ന US. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തി അമേരിക്കയാണെന്നും IRGCക്ക് ഇനി ആസ്ഥാനമില്ലെന്നും ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ 47 വർഷത്തിനിടയിൽ ഇറാനിയൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് 1000-ലധികം അമേരിക്കക്കാരെ കൊലപ്പെടുത്തി. ഇന്നലെ അമേരിക്ക നടത്തിയ വലിയൊരു ആക്രമണത്തിൽ പാമ്പിന്റെ തലയേറ്റു വീണു. അവരുടെ ആസ്ഥാനം പൊടിപടലമായി. ഇറാൻ ഭരണകൂടം ഉയർത്തുന്ന ഭീഷണികൾ ഇല്ലാതാക്കാൻ US സേന ധീരമായ നടപടി സ്വീകരിക്കുന്നുവെന്നാണ് ഇപ്പോൾ US സെൻട്രൽ കമാൻഡ് പറയുന്നത്. ഇറാനിയൻ ഭരണകൂടം ബാലിസ്റ്റിക് മിസൈലുകളിലൂടെ പതിറ്റാണ്ടുകളായി അപകടകരമായ ഒരു ഭീഷണി ഉയർത്തുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം US സൈന്യം ആ ഭീഷണി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. ഇക്കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ഇറാൻ ആക്രമിക്കാൻ അമേരിക്കൻ സൈന്യം തൊടുത്ത ഉപകരണങ്ങളുടെയും ആയുധങ്ങളുടെയും ഒക്കെ വിവരങ്ങൾ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് പങ്കുവച്ചു. B-2 സ്റ്റെൽത്ത് ബോംബറുകൾ അടക്കം ഈ പട്ടികയിലുണ്ട്. ഇറാൻ സൈന്യത്തിന്റെ ആസ്ഥാനം മാത്രമല്ല, ബാലിസ്റ്റിക് മിസൈലുകളുടെ ഉൽപാദന കേന്ദ്രവും അമേരിക്കൻ സൈന്യം തകർത്തു. തങ്ങളുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ പ്രതികാരത്തിന്റെ പതാക ഉയർത്തി ഇറാൻ. കോമിലെ ജംഖരാൻ പള്ളിയുടെ താഴികക്കുടത്തിന് മുകളിലാണ് ഇറാൻ ചുവന്ന കൊടി ഉയർത്തിയത്. ഷിയ ആചാരപ്രകാരം നീതി, പ്രതികാരം എന്നിവ സൂചിപ്പിക്കുന്നതാണ് ഈ ചുവന്ന കൊടി. ചുവന്ന കൊടി ഉയർത്തിയതിനു പിന്നിൽ, ഈ പ്രതികാരത്തിന് പിന്നിൽ ശക്തമായ കാരണമുണ്ട് ഇറാന്. ശനിയാഴ്ച US ആക്രമണത്തിൽ 48 ഇറാൻ നേതാക്കളെയാണ് ഒറ്റയടിക്ക് കൊലപ്പെടുത്തിയത്. അമേരിക്കയുടെ വിജയം ആർക്കും വിശ്വസിക്കാൻ കഴിയാത്തതാണ് എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ഒറ്റയടിക്ക് 48 നേതാക്കളെ നമ്മൾ വധിച്ചു. പോരാട്ടം അതിവേഗം മുന്നോട്ടു പോകുന്നു. ഇറാനെതിരെയുള്ള ആക്രമണം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടു. സൈനിക നടപടി തുടരാൻ ഞാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ടെഹ്റാന്റെ ഹൃദയം പിളർക്കുമെന്നാണ് നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. ഞങ്ങളുടെ സൈന്യം വരും ദിവസങ്ങളിൽ അതിന്റെ ശക്തി കൂട്ടും. പടിഞ്ഞാറൻ ഇറാനിലെ മെഹ്റാൻ നഗരത്തിലുണ്ടായ ആക്രമണത്തിൽ 43 സൈനികർ കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഏറ്റവും ശക്തമായ യുദ്ധതലത്തിലേക്ക് പ്രവേശിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നു. അതിനു പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട് അമേരിക്കയ്ക്ക്. ലോകത്തിൽ ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരം ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. 2500-ലധികം മിസൈലുകളുടെ വലിയ ശേഖരമാണ് അവർക്കുള്ളത്. ഇവിടെയാണ് അമേരിക്ക നേരിടുന്ന മുഖ്യ പ്രതിസന്ധി. ഇറാനിലെ യുദ്ധം നീണ്ടുനിന്നാൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പക്കലുള്ള ഇന്റർസെപ്റ്ററുകളുടെ ശേഖരം വറ്റിപ്പോകുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇറാനിയൻ മിസൈൽ ഡ്രോണുകളുടെ ശേഷി വളരെ വേഗത്തിൽ നശിപ്പിക്കണം. ഇറാനിൽ നടക്കുന്ന ഏറ്റവും വിപുലമായ വിഭവശേഷി ചോർത്തുന്ന ഒരു യുദ്ധം. അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് പദ്ധതിയിടുന്നു. അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളായ ഗൾഫ് രാജ്യങ്ങൾക്കുമേൽ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾക്ക് വ്യക്തമായ ചില കണക്കുകൂട്ടലുകളുണ്ട്. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളുള്ള ഈ രാജ്യങ്ങളുടെ നേർക്ക് ഇപ്പോൾ തുടർച്ചയായി ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുക്കുകയാണ് ഇറാൻ. തങ്ങളുടെ പക്കൽ ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയ ശേഖരമുണ്ട് എന്നതാണ് ഇറാന്റെ ആത്മവിശ്വാസം. നേരത്തെ ഇറാനുമായും മിഡിൽ ഈസ്റ്റിലെ അവരുടെ പ്രോക്സികളുമായുള്ള യുദ്ധത്തിൽ ഇസ്രയേലിനും അമേരിക്കയ്ക്കുമൊക്കെ വ്യോമപ്രതിരോധ ഇന്റർസെപ്റ്ററുകളുടെ വലിയ നിര തന്നെ നഷ്ടമായി. ഇന്റർസെപ്റ്ററുകളും ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടെ US മിസൈൽ ശേഖരം ഇതിനകം തന്നെ ഏകദേശം ഒഴിച്ച മട്ടിലാണ്. ശനിയാഴ്ച ആരംഭിച്ച ആക്രമണം അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇസ്രയേലും കണക്കുകൂട്ടി പദ്ധതിയിട്ട് ആസൂത്രണം ചെയ്തതാണ്. ശത്രു ഇങ്ങോട്ടേക്ക് പ്രഹരം തൊടുക്കുന്നതിന് മുൻപ് ശത്രുവിനെ മടയിൽ കയറി ആക്രമിക്കുക. എല്ലാ കാലത്തും ഇസ്രയേൽ യുദ്ധത്തിൽ അവലംബിക്കുന്ന ഒരു തന്ത്രം ഇതുതന്നെയാണ്. ശനിയാഴ്ച പകൽ സമയം തെരഞ്ഞെടുത്തതും അതുകൊണ്ട് തന്നെ. ഒട്ടൊന്ന് അപ്രതീക്ഷിതമായി ഖമനേയിയുടെ ജീവനെടുത്തുകൊണ്ടാണ് ഇസ്രയേൽ അമേരിക്കയുടെ സംയുക്ത ആക്രമണം തുടക്കമിട്ടത്. ഇറാന്റെ പ്രതികാര ആക്രമണങ്ങൾ അമേരിക്കയും ഇസ്രയേലുമൊക്കെ അപ്പോഴേ പ്രവചിച്ചിരുന്നു. ഈ പ്രതികാര ആക്രമണങ്ങളിൽ തളരാതിരിക്കണമെങ്കിൽ ആവശ്യത്തിലധികം ഇന്റർസെപ്റ്ററുകളുടെ ശേഖരം വേണം. ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തിരിച്ചടിക്കാനുള്ള അവരുടെ കഴിവ് ദുർബലപ്പെടുത്തുകയാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും മുന്നിലുള്ള ആദ്യ വഴി. ആയത്തുള്ള അലി ഖമനേയിയുടെ കൊലപാതകം ഈ സംഘർഷത്തെ കൂടുതൽ രൂക്ഷമാക്കി. ഇറാൻ നേതൃത്വം തുടർന്ന് വലിയ പ്രതികാരത്തിനൊരുങ്ങി. തങ്ങളുടെ സർവ്വശക്തിയും എടുത്തുള്ള സംഹാര യുദ്ധത്തിനാണ് ഇറാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്.
എന്നാൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അതിശക്തമായ പ്രതിരോധ നിര അവരുടെ ആക്രമണങ്ങളെ തളർത്തുന്നു. ഇന്നലെ അപ്രതീക്ഷിതമായി ഇസ്രായേൽ മണ്ണിലേക്ക് പതിച്ച ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഏകദേശം 9ഓളം ആളുകളുടെ ജീവനെടുത്തു. യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഇറാന്റെ ആക്രമണങ്ങൾ തടയുന്നതിനുള്ള തങ്ങളുടെ ശ്രമങ്ങൾ വലിയ തോതിൽ വിജയിച്ചു എന്നാണ് ഇസ്രയേലും അമേരിക്കയും ഇപ്പോൾ കരുതുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ആക്രമണത്തിനിടയിൽ 3 അമേരിക്കൻ സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടത് അമേരിക്കയെ കൂടുതൽ ഞെട്ടിച്ചു. അതുകൊണ്ട് തന്നെ വളരെ വേഗം ഇറാന്റെ ശക്തി ഇല്ലാതാക്കുക എന്ന യുദ്ധലക്ഷ്യത്തിലേക്ക് അമേരിക്ക കടക്കുന്നു. ഏറ്റവും മാരകമായ ആക്രമണങ്ങളിലേക്ക് അമേരിക്കയും ഇസ്രയേലും തിരിയുമ്പോൾ ഇറാനിൽ വലിയ ആളപായമുണ്ടാകും എന്നത് വ്യക്തമാണ്. അമേരിക്കയുടെ ആയുധപ്പുരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിലൊന്നാണ് താഡ് ആന്റി മിസൈൽ സിസ്റ്റം. വരാനിരിക്കുന്ന ആക്രമണങ്ങൾ നിരീക്ഷിക്കുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനുമായി ലോകമെമ്പാടും സ്ഥാപിച്ചിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനമാണ് താഡ്. അമേരിക്കയുടെ ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകളുടെ ശേഖരവും വലിയ തോതിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. വ്യോമപ്രതിരോധ ഇന്റർസെപ്റ്ററുകൾ മാത്രമല്ല, ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകളുടെ എണ്ണത്തിലെ ശേഖരവും അമേരിക്കയെ കൂടുതൽ വെപ്രാളത്തിലാക്കുന്നു. ഇറാനുമായുള്ള യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച അമേരിക്കൻ സൈനികർക്ക് വേണ്ടി തങ്ങൾ കൂടുതൽ പ്രതികാരം ചെയ്യുമെന്ന് ട്രംപ് വ്യക്തമാക്കി. രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്. ശത്രുവിന് പുതിയൊരു അന്ത്യശാസനമാണ് ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത്. 48 മണിക്കൂറിനുള്ളിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത തന്റെ രണ്ടാമത്തെ പ്രസംഗം. തങ്ങളുടെ സൈനികരുടെ നഷ്ടത്തിന് അമേരിക്ക പ്രതികാരം ചെയ്യും. കുവൈറ്റിൽ 3 സൈനികർ കൊല്ലപ്പെട്ടതിന് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ പ്രഖ്യാപനം. ഇസ്രായേൽ, സൗദി അറേബ്യ, ബഹ്റൈൻ, UAE എന്നിവയുൾപ്പെടെ അറബ് രാജ്യങ്ങൾ മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ എന്നിവയ്ക്കെതിരെ മിസൈൽ വർഷമാണ് ഇറാൻ നടത്തുന്നത്. മിഡിൽ ഈസ്റ്റിലുടനീളം കൂടുതൽ സ്ഫോടനാത്മകമായ ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടതോടെ അമേരിക്കൻ പ്രസിഡന്റ് കൂടുതൽ രോക്ഷാകുലനായി. ഈ അസഹനീയ ഭീഷണികൾ ഞാൻ അനുവദിക്കില്ല. ഇറാനിയൻ മിലിറ്ററി ഫോഴ്സായ റവല്യൂഷണറി ഗാർഡിനോട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ആയുധങ്ങൾ താഴെ വെച്ച് പൂർണ്ണ പ്രതിരോധ ശേഷി നേടുക, അല്ലെങ്കിൽ മരണം മാത്രമാവും നിങ്ങൾക്ക് മുന്നിൽ. ഇറാനിയൻ ജനത എഴുന്നേറ്റ് നിന്ന് ഇസ്ലാമിക ഭരണകൂടത്തെ അട്ടിമറിക്കാൻ പ്രസിഡന്റ് ട്രംപ് ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്തു. ധൈര്യമായിരിക്കുക, ധൈര്യമായിരിക്കുക, വീരപുരുഷനായിരിക്കുക, നിങ്ങളുടെ രാജ്യം തിരിച്ചു പിടിക്കുക. യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഏകദേശം 250ഓളം ആളുകളാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത്. മരണസംഖ്യ ഇനിയും അനേകമായി ഉയരുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇസ്രായേലിലെ മധ്യപട്ടണമായ ബേത്ഷമിലെ ഒരു സിനഗോഗിലുണ്ടായ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു, 28 പേർക്ക് പരിക്കേറ്റു. പലരുടെയും നില ഗുരുതരമാണ്. സിനഗോഗിലെ ബങ്കറിൽ സുരക്ഷിതരായിരുന്നു ആളുകൾ. ബാലിസ്റ്റിക് മിസൈൽ ആ സുരക്ഷിത ബങ്കർ തകർത്തെറിഞ്ഞു. മിഡിൽ ഈസ്റ്റിനെ മുഴുവൻ വലയം ചെയ്തുകൊണ്ടുള്ള ആക്രമണ പദ്ധതി വീണ്ടും വിപുലമാക്കുകയാണ് ഇറാൻ. അങ്ങനെയെങ്കിൽ കടുത്ത തീമഴ പെയ്യിക്കുകയാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെ ലക്ഷ്യം. ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ മാത്രമല്ല, ടെഹ്റാന്റെ നെഞ്ചു പിളർത്തുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. സൈനിക ശക്തിയുടെ അമ്പരപ്പിക്കുന്ന പ്രകടനം ഇനിയുള്ള ആക്രമണങ്ങളിൽ കാണാം എന്ന് ട്രംപ് വ്യക്തമാക്കി. തുടർച്ചയില്ലാതെ ആക്രമണം നടത്തും എന്ന പുതിയ പ്രഖ്യാപനമാണ് ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിരിക്കുന്നത്. ആക്രമണം ശക്തമാക്കുകയാണെന്നും 100 യുദ്ധവിമാനങ്ങൾ ഒരേ സമയം ടെഹ്റാനിലെ ലക്ഷ്യങ്ങൾ ആക്രമിക്കുന്നുവെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഇടതടവില്ലാതെ ഞങ്ങൾ ബോംബുകൾ വർഷിച്ചുകൊണ്ടിരിക്കും. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ B-2 സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ച് ആക്രമിച്ച കാര്യം അമേരിക്ക സ്ഥിരീകരിച്ചു. 2000 പൗണ്ട് ബോംബാണ് ഇറാന് നേർക്കവർ വർഷിച്ചത്. ഇറാന്റെ 9 യുദ്ധക്കപ്പലുകൾ മുക്കി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ഇറാനിയൻ നാവികസേനയുടെ ആസ്ഥാനം വലിയ തോതിൽ തകർക്കപ്പെട്ടു. ഇറാനിൽ നിന്നുള്ള ആക്രമണങ്ങൾ തടയാൻ US-ഉമായി സഹകരിക്കാൻ തയ്യാറാണ് എന്ന് ബ്രിട്ടൻ വ്യക്തമാക്കി. ബ്രിട്ടന് പുറമെ ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളും യുദ്ധമുന്നണിയിലേക്ക് സഹകരിക്കാനുള്ള പ്രാഥമിക താൽപര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. സംഘർഷം കൂടുതൽ രാജ്യങ്ങളെ ബാധിക്കുമെന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ യുദ്ധസന്നദ്ധത അറിയിപ്പ്. തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണം അക്ഷരാർത്ഥത്തിൽ തങ്ങളെ അമ്പരപ്പിച്ചുവെന്നാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പ്രതികരിച്ചത്. ഖമനേയിയുടെ കൊലപാതകത്തെ തുടർന്ന് 3 പതിറ്റാണ്ടുകൾ ഇറാൻ ഭരിച്ച ഒരു നേതൃത്വ ശൂന്യത സൃഷ്ടിച്ചിരിക്കുന്നു. കനത്ത മിസൈൽ ആക്രമണത്തിലൂടെ GCC രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ അന്താളിപ്പ് സൃഷ്ടിക്കുകയും അമേരിക്കയ്ക്ക് കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യാനുള്ള ഇറാന്റെ തന്ത്രം ഇപ്പോൾ തിരിച്ചടിക്കാനുള്ള പ്രാഥമിക ആലോചനയിലാണ് GCC രാജ്യങ്ങൾ.
മറുവശത്ത് അമേരിക്കയുടെ ഉറച്ച പിന്തുണ, കൂടുതൽ പ്രതിരോധ സജ്ജീകരണങ്ങൾ. ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ശത്രുവിൻ്റെ മട കരിക്കാനുള്ള ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത പദ്ധതി. ഏറ്റവും ശക്തമായ ആക്രമണം ഇന്നുണ്ടാകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം. ഇറാൻ നെഞ്ചിടിപ്പോടെ നിൽക്കുമ്പോൾ എത്ര പേരുടെ ജീവൻ കൊഴിഞ്ഞു വീഴും എന്ന് ലോകം അമ്പരപ്പോടെ നോക്കുന്നു. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ കൊലപാതകത്തിന് ശേഷം അതിജീവനത്തിനുള്ള മാർഗങ്ങളാണ് ഞങ്ങൾ അവലംബിക്കുന്നത് എന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. 2 ആഴ്ച മുൻപ് ഇറാനിയൻ സ്റ്റേറ്റ് ടിവിയിൽ അഭൂതപൂർവമായ ഒരു സംഭവം നടന്നു. തത്സമയ സംപ്രേക്ഷണത്തിനിടെ ഒരു റിപ്പോർട്ടർ ഖമേനിക്ക് മരണം എന്ന് വിളിച്ചു പറഞ്ഞു. ഇറാന്റെ ദിവ്യാധിപത്യ ഭരണകൂടത്തിന് തുടക്കമിട്ട 1979 വിപ്ലവത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സംഘടിപ്പിച്ച റാലികൾ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു മാധ്യമപ്രവർത്തകൻ. അമേരിക്കയ്ക്ക് മരണം എന്ന് പറയാൻ ഉദ്ദേശിച്ചിരുന്നു, എന്നാൽ നാക്കുപിഴച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ അയാളുടെ ജോലി നഷ്ടപ്പെടുത്തി. എപ്പോൾ വേണമെങ്കിലും ആ മാധ്യമപ്രവർത്തകനെ വധിക്കും എന്ന നിലയിലെത്തി. എന്നാൽ അതിനു മുൻപ് തന്നെ 90 ദശലക്ഷത്തിലധികം ജനങ്ങളുള്ള ഒരു രാജ്യത്തെ പരമോന്നത നേതാവിനെ അമേരിക്കൻ ഇസ്രയേൽ സൈന്യം സംയുക്തമായി വധിച്ചു കളഞ്ഞു. ടെഹ്റാൻ നഗരമധ്യത്തിലെ ഖമനേയിയുടെ ഓഫീസും വസതികളുമൊക്കെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും സുരക്ഷിതമായ കോമ്പൗണ്ട് ചാരക്കൂമ്പാരമായി മാറുന്ന ദൃശ്യങ്ങൾ ഇന്നലെ ഇസ്രയേൽ സേന പുറത്തുവിട്ടു. ഖമനേയിയുടെ വിയോഗമാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലും അതിനപ്പുറവുമൊക്കെ ഭൂകമ്പ സമാനമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതൊരു യുഗത്തിന്റെ അവസാനമായി അടയാളപ്പെടുത്തുകയാണ് ഇറാൻ. എന്നാൽ അതിലപ്പുറം ഏറ്റവും ക്രൂരനായ ഒരു പിശാചിന്റെ അന്ത്യമായി അമേരിക്കയും ഇസ്രയേലും അതിനെ ചിത്രീകരിക്കുന്നു. ഇറാന്റെ പരമ്പരാഗത സൈന്യവും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും ഐക്യത്തോടെ തുടരുന്നുവെന്നാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ. സുരക്ഷാ സംവിധാനത്തിന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോഴും അവർ. സോഷ്യൽ മീഡിയ വീഡിയോകളിൽ ഖമേനിയുടെ മരണം ആഘോഷിക്കുന്ന ഇറാനികളെ ലോകം കണ്ടു. എന്നാൽ US പ്രസിഡന്റ് ട്രംപ് ഇറാനികളോട് ആവശ്യപ്പെട്ടതുപോലെ സർക്കാർ ഏറ്റെടുക്കാൻ ഒരു ശക്തികളും ഇതുവരെ മുന്നോട്ട് വരുന്നില്ല. ഇറാനിൽ ഒരു സംഘടിത പ്രതിപക്ഷമില്ല. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെയും ഒരു പരമോന്നത നേതാവിന്റെ ആശയത്തെയും എതിർപ്പില്ലാത്ത വിധത്തിൽ ചോദ്യം ചെയ്യാനാകാത്ത തരത്തിൽ ഇതുവരെ അടിമക്കണ്ണുകളായി ജനം അനുസരിച്ചിരുന്നു. ഇതിനെ വെല്ലുവിളിച്ച പരിഷ്കരണവാദികളെ പലപ്പോഴും ജയിലിലടച്ചു. ജനുവരിയിൽ നടന്ന പ്രതിഷേധങ്ങൾക്ക് തൊട്ടുപിന്നാലെ സുരക്ഷാ സേന വധിച്ചെറിഞ്ഞത് 7000-ലധികം സാധാരണക്കാരെ. അലി ഖമനേയിയുടെ മരണം എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചു? ഒന്നുകിൽ അദ്ദേഹത്തിന്റെ മരണം മറച്ചുവെക്കാൻ പ്രയാസമായിരുന്നു, അല്ലെങ്കിൽ ഒരു പിൻഗാമിയെ ഇതിനകം തന്നെ തിരശ്ശീലയ്ക്ക് പിന്നിൽ തെരഞ്ഞെടുത്തു വച്ചിരുന്നു. ഖമേനിയുടെ പൈതൃകം ക്രൂരതയുടേതാണ്. വിയോജിപ്പുകൾ അടിച്ചമർത്തുന്നതിൽ അദ്ദേഹം കാണിച്ച ഉരുക്കുമുഷ്ടി ആളുകൾ ഭയത്തോടെ എന്നും ഓർക്കും. എന്നാൽ അമേരിക്കയുടെ ഇപ്പോഴത്തെ ആക്രമണങ്ങൾ ഇറാനെ ഏതു തലത്തിലാവും സ്വാധീനിക്കുക? പൂർണ്ണമായും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടത്തെ അവിടെ പ്രതിഷ്ഠിക്കാൻ കഴിയുമോ? ലോകം ഭയക്കുന്ന ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന കടുത്ത ആക്രമണങ്ങളിലേക്ക് അമേരിക്കയും ഇസ്രയേലും കടക്കുന്ന ഒരു തിങ്കളാഴ്ച കൂടിയാണ് ഇന്ന്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.